ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൂതൻ വന്ന് സെക്കരിയാവിനോട് പറയുന്ന ഒരു ആലോചനയാണ്. നിൻ്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. പിന്നീടുള്ള കാര്യങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തരുന്ന ഒരു ഭാഗമാണ്. ഇരുവരും മക്കളില്ലാത്തവരായി ദൈവസന്നിധിയിൽ അവർ നിഷ്കളങ്കരും നീതിയുള്ളവരും ദൈവത്തിൻ്റെ പ്രസാദമായുള്ളതും ചെയ്ത് ജീവിച്ചു പോരുന്നവരായിരുന്നു എന്ന് ഈ വചനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കവേ ധൂപം കാട്ടുവാൻ ആലയത്തിലേക്ക് നറുക്ക് വന്നു. അങ്ങനെ സെക്കരിയാവ് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രസാദകരമായ ആ വാഗ്ദത്ത ആലോചന അവർക്ക് നൽകി കൊടുക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം ഈ വാഗ്ദത്ത നന്മകൾ അവർക്ക് മറുപടിയായി കൊടുക്കുന്നത്. പ്രിയരേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രയോ വർഷങ്ങളായ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യമുണ്ട്, ഇതിന് മറുപടി ഇല്ലേന്ന്. നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ മറുപടിയുണ്ട്. ദൈവം തൻ്റെ സമയത്ത് അത് നിവർത്തിച്ചു തരും. എന്നാൽ നാം എലിസബത്തും സെക്കരിയാവും ജീവിച്ചതുപോലെ ജീവിതം ദൈവത്തിന് മുമ്പാകെ പ്രസാദകരമായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ. ഒരു ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ, സ്വന്തക്കാരുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരുന്ന നന്മ അവർ കണ്ടിട്ട് പറയണം, ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന്. അപ്പോൾ നമുക്കും പറയാൻ പറ്റും, ഇത് ദൈവത്താൽ നടന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ആശ്ചര്യമായിരിക്കും. ആശ്ചര്യകരമായ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പെട്ടെന്നാണ്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നൊടി നേരത്തിനുള്ളിൽ നടക്കും. ചിലപ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യം നമ്മുടെ ജീവിതത്തിൽ അതിന് കാണുമായിരിക്കാം. പക്ഷെ ദൈവത്തിനത് അതൊരു നിമിഷത്തെ കാര്യമേ ഉള്ളൂ. കണ്ണുമിക്കുന്നതിനിടയിൽ എന്തോ സമയമുണ്ട്. അത്രയും സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാന നന്മകൾ നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ മുഷിപ്പിക്കാതെ ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായി നിഷ്കളങ്കരായി നിൽക്കുക. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം. നമ്മളൊരിക്കലും കാര്യസാധ്യത്തിന് വേണ്ടി അല്ലല്ലോ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് പ്രതിഫലേച്ഛ കൂടാതെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുമ്പോൾ അത് ചെയ്യുകയും ദൈവത്തിൻ്റെ മഹത്വത്തിനെ കാത്തിരിക്കുകയും വേണം. നാം പിറുപിറുപ്പുകാരും ആവലാതിക്കാരുമാകരുത്. ജാതികളായിട്ടുള്ളവർ ചെയ്യുന്നത് പോലൊന്നും നമ്മൾ ചെയ്യരുത്. കൃപയിൽ നിന്നോണം. കൃപയിൽ നിന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. അത് ചിലപ്പോൾ പ്രായമായിട്ടായിരിക്കാം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതെങ്കിലും യൗവനത്തിലും അതെ മധ്യഭാഗത്തും പ്രായമാകുമ്പോഴും ശിശുവായിരിക്കുമ്പോഴും ഒക്കെ ദൈവപ്രവൃത്തി കാണാൻ കഴിയും. അപ്പോൾ പൈതൽ ജനിച്ചു, അവർക്ക് വേണ്ടി ദൈവം അവന് പേര് വരെ കൊടുത്തിരുന്നു. പേരിട്ടു. ദൈവസന്നിധിയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്നാനപ്പെടുത്തുവാൻ വരെ ഭാഗ്യം കൊടുത്തു. അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ലഭിച്ചവനായ യോഹന്നാൻ്റെ ജീവിതം പൗരോഹിത്യ വഴിയിൽ നിന്നും വ്യത്യസ്തമായി കൃപയിൽ നിൽപ്പാൻ കർത്താവ് എന്താണോ അവനെക്കുറിച്ച് ആഗ്രഹിച്ചത് അങ്ങനെ നടന്നു. അങ്ങനെ ദൈവത്തിന് നാം മഹത്വപ്പെട്ടു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ദൈവനാമം മഹത്വപ്പെടേണ്ടത് ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതോർത്ത് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം
നൽകിയതുകൊണ്ട് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തി കാണാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.